ഹലോ കൂട്ടുകാരെ. അപ്പൊ ഫുഡ് സേഫ്റ്റി ഓഫീസറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടോംസ് FSO ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡയറി ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയ വെച്ചിട്ടുള്ള കണ്ടാമിനേഷൻ, മിൽക്കിനെ സ്പോയിലേജ് പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയുന്നത് റോപ്പിനെസ് ഓഫ് മിൽക്ക് ആണ്. മിൽക്കിന്റെ റോപ്പിനെസ്സിന് കാരണമാവുന്നത് ആൽക്കലൈജീൻസ് വിസ്കോലാറ്റിസ് ആണ്. അതുപോലെ തന്നെ പാസ്ചറൈസേഷന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കോക്സീലിയ ബർണറ്റി ആണ്. അതുപോലെ ബ്ലൂ കളർ പാലിന് കൊടുക്കുന്നത്, ബ്ലൂ കളറിന്റെ ഇൻഡിക്കേഷൻ കൊടുക്കുന്നത് സ്യൂഡോമോണാസ് സിൻഷ്യൻ ആണ്. എങ്ങനെ നമുക്ക് ഓർക്കാം ഇങ്ങനത്തെ ടേംസുകൾ, ബാക്ടീരിയകളുടെ പേരുകൾ? വളരെ സിമ്പിളാ. നിങ്ങൾ റോപ്പനസ് എന്ന് വച്ചാൽ റോപ്പിനെ ആലോചിക്കുക, കയറ്. അതുപോലെ ആൽക്കലൈ ജീൻസ്, ആൽക്കലൈ ജീൻസ് എന്ന് പറയുന്നത് വളരെ തെന്നുന്ന ടൈപ്പ് ഒരു ജീൻസ് ആണെന്ന് ആലോചിക്കുക, അലക്കാത്ത ജീൻസ്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അലക്കാത്ത ജീൻസ് തെന്നും. അതാണ് ആൽക്കലൈ ജീൻസ്. വിസ്കോലാറ്റിസ്, തെന്നി പോണില്ലേ പിള്ളേരെ? നിങ്ങൾ പശുവിന്റെ കയറ് ഇങ്ങനെ വലിയ ഇരുത്തി പിടിക്കുക. ആരാ പിടിക്കുന്നത്? നമ്മുടെ ഇപ്പൊ വന്നേക്കുന്ന ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഒക്കെ പിടിച്ച എപ്പ തെന്നി പശു വലിച്ചോണ്ട് പോകും. അപ്പൊ മനസ്സിലായോ? ആൽക്കലൈ ജീൻസ് വിസ്കോലാറ്റിസ് ആണ് റോപ്പിനെസ് ഓഫ് മിൽക്കിന് കാരണം. എന്നാല് പാസ്ചറൈസേഷന്റെ ഇൻഡിക്കേറ്ററിന് കോക്സീലിയ ബർണറ്റി. എങ്ങനെ കിട്ടും കോക്സീലിയ ബർണറ്റി? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കോപ്സ് എന്ന് ആലോചിക്കുക, COPS. അപ്പൊ കോപ്സില് CO എന്ന് പറയുന്നത് കോക്സീലിയ എന്ന് കിട്ടും. P എന്ന് പറയുന്ന പാസ്ചറൈസേഷൻ. ചൂടുണ്ടെങ്കിലല്ലേ, ചൂടുള്ളിടത്തല്ലേ ഈ ബർണർ എന്ന് പറഞ്ഞാൽ തീയല്ലേ, ഈ ബർണർ ആണ് ബർണറ്റി. അപ്പൊ കോക്സീലിയ ബർണറ്റി എന്ന് കിട്ടും. പിന്നെ പറയുന്നത് ബ്ലൂ കളർ, നീല കളർ. പാലിന് നീല കളർ വരാൻ കാരണം സ്യൂഡോമോണാസ് സിൻഷ്യൻ. നിങ്ങൾ സ്യൂഡോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ പറ്റിക്കുന്നു എന്നാണ്. സ്യൂഡോ എന്ന് വെച്ചാൽ ഫോൾസ്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സ്യൂഡോമോണാസ് എന്ന് കിട്ടി. നിങ്ങൾ എപ്പോഴെങ്കിലും നീല കളർ പാല് കണ്ടിട്ടുണ്ടോ? അഞ്ജിത കണ്ടിട്ടുണ്ടോ? സാർ ബ്ലൂ കളർ ഇല്ലല്ലോ, ആളുകൾ പറ്റിക്കല്ലേ നമ്മളെ. അപ്പൊ സ്യൂഡോമോണാസ് കിട്ടിയേ സിൻഷ്യൻ. എന്ത് സിൻഷ്യൻ? ബാക്കി കിട്ടി സാർ, സ്യൂഡോമോണാസ് കിട്ടി. ഈ സ്യൂഡോമോണാസ് തന്നെ കുറെ ടൈപ്പ് ഉണ്ടല്ലോ, ഇത് സിൻഷ്യൻ തന്നെ വരണം. എങ്ങനെ സിൻഷ്യൻ എന്ന് കിട്ടും? എങ്ങനെ കിട്ടും സിൻഷ്യൻ? അറിയോ? ബ്ലൂ കളറ് സിൻഷ്യൻ ആന്ന് കിട്ടണം. ഞാൻ നിങ്ങളെ ശരിക്കും പറഞ്ഞാല് നീല കളർ പാലുണ്ടെന്ന് പറഞ്ഞ് സിങ്ക് ചെയ്ത് പറ്റിക്കുക ചെയ്തത്. ശരിക്കും അങ്ങനെ പാലില്ല. വലിയ കാര്യത്തിൽ എല്ലാവരും നീല കളർ പാലുണ്ട് എന്ന് പറഞ്ഞ് സിങ്ക് ചെയ്ത് വന്നേക്കുക. അപ്പൊ സിൻഷ്യൻ കിട്ടിയോ? സ്യൂഡോമോണാസ് പറ്റിക്കുന്നു, സിൻഷ്യൻ. അപ്പൊ സ്യൂഡോമോണാസ് സിൻഷ്യൻ കിട്ടിയേ. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ 3 ബാക്ടീരിയകളുടെ പേര് ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞതിന്റെ പേരെന്താ? പറയ്. ശ്രീലക്ഷ്മി പറയ്, ആദ്യം പറഞ്ഞ ബാക്ടീരിയയുടെ പേരെന്താ? ആൽക്കലിജീനസ് വിസ്കോലാറ്റിസ്. അപ്ന, രണ്ടാമത്തെ ആളുടെ പേര് പറ. രണ്ടാമത്തെ കോക്സീലിയ ബർണറ്റി. മൂന്നാമത് അഞ്ജിതയെ ഞാൻ എന്താ പറ്റിച്ചത്? സ്യൂഡോമോണാസ് സിൻഷ്യൻ. ഭയങ്കര നമ്മൾ ഈ ബാക്ടീരിയയിലൊക്കെ പേര് പറയുമ്പോൾ നല്ല ഊർജത്തിൽ ശക്തമായി സ്യൂഡോമോണാസ് സിൻഷ്യൻ അങ്ങനെ വേണം പറയാൻ. അല്ല അയ്യോ സ്യൂഡോമോണാസിന് വയ്യേ, എനിക്ക് വയ്യേ, രവയ്ക്ക് വയ്യേ, അങ്ങനെയല്ല. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ബ്ലൂ കളർ എന്ന് പറയുന്നത് സ്യൂഡോമോണാസ് സിൻഷ്യൻ. റോപ്പിനെസ് ഓഫ് മിൽക്ക് ആൽക്കലൈജീൻസ് വിസ്കോലാറ്റിസ്. എന്നാ ഞാൻ രണ്ടാമത് പറഞ്ഞ സാധനം ആർക്കെങ്കിലും പറയാമോ? ഒരാള് വേഗം, ആരെങ്കിലും ഒരാൾ പറ. രണ്ടാമത് പറഞ്ഞ ബാക്ടീരിയ എന്താണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്? ആരുമില്ലേ? വേഗം പറ. ശ്രീലക്ഷ്മി പറ. എന്ത്? ഇൻഡിക്കേറ്റർ ഓഫ് പാസ്ചറൈസേഷൻ കോക്സെല്ല ബർണറ്റി. എങ്ങനെ ഓർക്കുന്ന വെച്ചാൽ കോപ്സ് ഓർക്കുക, CO കോക്സീലിയ ആണ് CO. P എന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ, ബർണറ്റി ആണ് ബർണർ. ഓക്കെ, കോക്സീലിയ ബർണറ്റി. ഇനി പറയുന്നത് ഗ്രീൻ കളർ സ്യൂഡോമോണാസ്. പിന്നെ വന്നിട്ടുണ്ട് സ്യൂഡോമോണാസ്. ഫ്ലൂറസെൻസ്.
ഇനി അടുത്ത ഗ്രീൻ കളർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്താ പറയുന്ന മഞ്ഞ കളർ, യെല്ലോ കളർ. യെല്ലോ കളറും സ്യൂഡോമോണാസ് എന്താണ്? സിൻസാന്തേ. 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 പിന്നെ പറയുന്നത് റെഡ് കളർ. റെഡ് കളർ. റെഡ് കളർ എന്ന് പറയുന്നത് സെറേറ്റിയ. സെറേറ്റിയ മാർസിസൻസ്. 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 മാർസിസൻസ് എന്നാണ്. പിന്നെ പറയുന്നത് ബ്രൗൺ കളർ. ബ്രൗൺ കളർ പാലിന് കാരണം സ്യൂഡോമോണാസ്. സ്യൂഡോമോണാസ് എന്താ പറയുന്നത്? പ്യൂട്രിഫേഷ്യൻസ്. പ്യൂട്രിഫേഷ്യൻസ്. നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടി കാണും, നമ്മൾ ഈ സ്യൂഡോമോണാസ് വെച്ച് ചതിക്കാനാണ് എക്സാമിനറിന്റെ പണി. എക്സാമിനർ ബ്ലൂ കളർ ചോദിക്കും, പച്ച കളർ ചോദിക്കും, ബ്രൗൺ കളർ ചോദിക്കും. ഇങ്ങനെ കളർ എന്ന് ഈ സ്യൂഡോമോണാസിനെ വെച്ച് അങ്ങേര് കളിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, റെഡ് ചുമന്ന കൊടി, ചുമന്ന കൊടിയുള്ളവർക്ക് സ്യൂഡോമോണാസ് ഇല്ല. കാരണം സെറേഷ്യ മാർസിസൻസ് ആണെന്ന് ആലോചിക്കാം. ചുമപ്പിന് പറ്റിയില്ല. വേറെ ആരും വേറെ ഒന്നുമായിട്ട് ചിന്തിക്കല്ലേ, അതുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ചുമപ്പിന് ഒരു പറ്റിയില്ല. ക്ലിയർ ആയല്ലോ? പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എങ്ങനെ കിട്ടും? വളരെ സിമ്പിൾ. ഫ്ലൂറസൻസ് പച്ച. ഫ്ലൂറസൻസ് പച്ച കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? അഞ്ജിത കേട്ടിട്ടില്ല ഫ്ലൂറസൻസ് പച്ച? ഓക്കെ. അപ്പോ ഗ്രീൻ കളർ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് കിട്ടിയേ. പിന്നെ പറയുന്ന മഞ്ഞ കളർ സ്യൂഡോമോണാസ് സിൻസാന്തേ. ശാന്തമ്മയുടെ കളറിന്റെ സാരി എന്തായിരുന്നു? മഞ്ഞ കളർ സാരി, സിൻസാന്തേ. അപ്പൊ സിൻസാന്തേ കിട്ടിയോ? നേരത്തെ പറ്റിച്ചില്ലേ? സ്യൂഡോമോണാസ് സിൻസാന്തേ. നേരത്തെ പറഞ്ഞ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് ആണ്, പച്ച കളർ ഫ്ലൂറസൻസ്. അപ്പൊ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് കിട്ടി, പച്ച കളർ. യെല്ലോ കളർ സ്യൂഡോമോണാസ് സിൻസാന്തേ. ശാന്തമ്മയുടെ സാരി മഞ്ഞ കളർ ആയിരുന്നു. പിന്നെ പറയുന്നത് റെഡ് കളർ. റെഡ് സെറാറ്റിയ മാരിസിസൻസ്. എന്താണ്? മാരിസിസൻസോ? അല്ലല്ലോ, മാർസിസൻസ് എന്നാണ്. എങ്ങനെ കിട്ടും? വളരെ ബുദ്ധിമുട്ട് സാർ. എന്താണ് സാർ ഇങ്ങനെ നിങ്ങള്? ഈ ചുമപ്പ് ഞാൻ എങ്ങനെ പഠിക്കും? വളരെ സിമ്പിളാണ്. മാഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? മാഴ്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? മാഴ്സ്, ജൂപ്പിറ്റർ, പ്ലൂട്ടോ. മാഴ്സിന്റെ കളറാണ് ചുമപ്പ്. ഓക്കെ. ആരാ പറഞ്ഞെന്ന? സാറ്. ഞാനാ പറഞ്ഞതെന്ന? ചുവപ്പൊന്നും അല്ല, ഞാനാ പറഞ്ഞത്. അതാണ് സാറ്. സെറേഷ്യ. സെറേഷ്യ മാഴ്സിസൻസ്. മനസ്സിലായോ? പുതിയ ലോജിക്ക. സെറേഷ്യ മാഴ്സിസൻസ് എന്ന് കിട്ടുവേ റെഡ് കളറ്. പിന്നെ പറയുന്നത് മഞ്ഞ കളർ. മഞ്ഞ കളർ. അനീഷ, മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചയാണോ, നീലയാണോ, ചുമപ്പാണോ? പറയൂ. അല്ല. ശാന്തമ്മയോ? ശാന്തമ്മയെ പിടിച്ചോടിക്കോ. ശാന്തമ്മയെ വിട്ടേ. ശാന്തമ്മ ഇല്ല ഇവിടെ. അപ്പൊ ഏതായാലും ശാന്തമ്മയൊന്ന് വിട്ടു തരുമോ? ഓക്കെ. ഇനി പറയുന്ന ബ്രൗൺ കളർ. ബ്രൗൺ കളർ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? സ്യൂഡോമോണാസ് പ്യൂട്രിഫേഷ്യൻസ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. നിങ്ങൾ ചോദിച്ചത് വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് സ്യൂഡോമോണാസ് പ്യൂട്രിഫേഷ്യൻസ് എങ്ങനെ കിട്ടുമെന്ന്. പ്രത്യേകിച്ച് പെൺകുട്ടിയൊക്കെ ബ്രൗൺ കളറിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്റെ ക്ലാസ്സിന് ഇരുന്നിട്ട് വീഡിയോ ഒന്ന് തുറക്കാൻ പറയുന്നതിന് മുമ്പേ ഇങ്ങനെ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിയിടും. ഇങ്ങനെ പൊട്ടിയിട്ട് ബ്രൗൺ കളർ പൊട്ടിയിട്ടിട്ടാണ് വീഡിയോ ഓൺ ചെയ്ത് എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതാണ് കുട്ടി പ്യൂട്രിഫേഷ്യൻസ്. സ്യൂഡോമോണാസ് എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ഇരുന്ന് അടിച്ചാലും നിങ്ങൾ തന്നെയാണ്. അപ്പൊ സ്യൂഡോമോണാസ് പ്യൂട്രിഫേഷ്യൻസ് കിട്ടിയോ? അതാണ് ബ്രൗൺ. ബ്രൗൺ കളർ ഓഫ് മിൽക്കിന് കാരണം സ്യൂഡോമോണാസ് പ്യൂട്രിഫേഷ്യൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് റോപ്പിനസിനാണെങ്കിൽ ഏതാണ്? പറയ് അപ്ന. റോപ്പിനസിനാണെങ്കിൽ ഏതാണ്? പറഞ്ഞോ. വിസ്കോലാറ്റിസ്. അങ്ങനെയാണെങ്കിൽ ബ്രൗൺ കളറിന് എന്താണ് നമ്മുടെ അഞ്ജിത?
എന്താണ് ബ്രൗൺ കളറിന് കാരണം? സ്യൂഡോമോണാസ് പ്യൂട്രിഫിക്കേഷൻ. പ്യൂട്രിഫിക്കേഷൻസ്. അങ്ങനെയാണെങ്കിൽ പച്ച കളറിന് കാരണം എന്താണ് നിസ്താർ എടശ്ശേരി? ഫ്ലൂറസൻസ്. അതാണ് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ്. യെസ്, പിള്ളേര് പഠിച്ചു തുടങ്ങി. ഇനി പറയുന്നത് റെഡ് കളർ. റെഡ് കളറിന് എന്താണ് ശ്രീലക്ഷ്മി? യെസ്, ശ്രീലക്ഷ്മി യെസ് അവിടെ ഉണ്ടോ? പറയ്. എന്താ? സെറേഷ്യ. ആ, റെഡ് എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ഓർക്കണം? ആ, എന്താ? സെറേഷ്യ സിൻസാന്തയാണോ? അല്ല, സെറേഷ്യ മാർസിസൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ?